ടി ജി, ഡയറക്റ്റായിട്ട് എനിക്കൊരു സംശയം. EP ജയരാജനെ CPM പുറത്താക്കുമോ? കാരണം ഞാനിപ്പോൾ ഇന്ന് പിണറായിയുടെ പ്രതികരണം കണ്ടു. ജയരാജന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന് പിണറായി പറയുന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു സഖാവിന് ജാഗ്രത കുറവുണ്ടായാൽ ശിക്ഷിക്കുന്ന പാർട്ടിയാണ് CPM. മാത്രമല്ല, ഈ BJPയിൽ ചേരാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിൽ അങ്ങനെ ജയരാജനെ സപ്പോർട്ട് ചെയ്യാനും പിണറായി തയ്യാറായിട്ടില്ല. മറ്റു പലരും ജയരാജൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല പിണറായി. മാത്രവുമല്ല, ഇടക്കാലത്ത് LDF കൺവീനറായിരുന്ന ജയരാജൻ പല പാർട്ടി പരിപാടികളിലും പങ്കെടുക്കാതെ മാസങ്ങൾ മാറി നിന്നിട്ടുമുണ്ട്. അതിനൊക്കെ ജയരാജന് അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. പാർട്ടിക്കുള്ളിൽ ഈ പറഞ്ഞ വലിയ കലാപമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, EP ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ച P ജയരാജൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. EP തന്നെയാണ് ശക്തൻ എന്ന് EP തെളിയിച്ചു. ഈ കാര്യത്തിൽ വേണമെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് EP ജയരാജന് ജാഗ്രത കുറവ് പറ്റി ഇനി ശ്രദ്ധിക്കണം എന്ന് ഒരു ശാസനയോ എന്താ അതിനവർ പേര് പറയുന്നത് എനിക്കറിഞ്ഞൂടാ, അങ്ങനെ എന്തെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു നടപടി EP ജയരാജനെതിരെ എടുക്കാനുള്ള ആരോഗ്യം ഇപ്പോൾ പാർട്ടിക്കില്ല. നിങ്ങൾ എത്ര പേരെയാണ് ഈ പാർട്ടിയിൽ നിന്ന് പറഞ്ഞുവിടാൻ പോകുന്നത്? ആലപ്പുഴയിലുണ്ടായ നാശനഷ്ടത്തിന് കയ്യും കണക്കുണ്ട്. G സുധാകരനെ സൈഡ് ലൈൻ ചെയ്തതിലൂടെ പുള്ളി എന്താ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ബ്രാഞ്ച് കമ്മിറ്റിയോ അതിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. ആ മനുഷ്യൻ ആരുമില്ലാതായിപ്പോയി. മൊത്തം SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ കയ്യിലായിപ്പോയി പാർട്ടി. ഒരാളിനെ നിങ്ങൾ മാറ്റിയപ്പോൾ EP നിങ്ങൾ എന്നിട്ടും സുധാകരനെ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. തരം താഴ്ത്തുക മാത്രമേ ചെയ്തുള്ളൂ. EP ഇതുപോലെ നിങ്ങൾ പുറത്താക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ ഉണ്ടാവാൻ പോകുന്നത് വലിയൊരു പൊട്ടിത്തെറിയാണ്. കാരണം ബേസ് ഉണ്ടോ? ഉണ്ട് ബേസുണ്ട്. അതുകൊണ്ടാണ് ഈ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നിൽ P ജയരാജനാണെന്നുള്ള ആരോപണം വരും. മാത്രമല്ല, ഉണ്ടാവുകയും ചെയ്യും. P ജയരാജനും EP ജയരാജനും തമ്മിലുള്ള കടമത്സരം ഇന്നിപ്പോൾ ഒരു രഹസ്യമൊന്നുമല്ല. അതൊരു കണക്കിന് പാർട്ടി കൈയും കാലും പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിന് വലിയ ആക്കം കൂട്ടുന്ന ഒരു പ്രവൃത്തിയായി പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ആദ്യം EPയെ പുകഴ്ത്തി പറഞ്ഞു. ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റാണ്, മാതൃകാപരമായ പ്രവർത്തനം വർഷങ്ങളായിട്ട് കാഴ്ചവെച്ച ആളാണ്, ഒരുപാട് ത്യാഗം സഹിച്ച ആളാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു ആദ്യം. എന്നിട്ടാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ജാവ്ദേക്കറെ ഞാനും കണ്ടിട്ടുണ്ട്, പക്ഷേ അത് പൊതുവേദിയിൽ വെച്ചായിരുന്നു. ഇങ്ങനൊരു രഹസ്യ കൂടിക്കാഴ്ച വേണ്ടിയിരുന്നില്ല. അല്ല, വെട്ടിമുറിച്ചിടും മുമ്പ് VS പാർട്ടിയുടെ ധനമാണെന്നും പിണറായി പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഇങ്ങോട്ടെ, ഇത് പിണറായി അച്യുതാനന്ദനും തമ്മിലുള്ള ഫൈറ്റ് പോലെ അല്ല ഈ ജയരാജനുമായിട്ടുള്ള ഫൈറ്റ്. അന്നത്തെ പാർട്ടി അല്ല ഇന്ന്. പാർട്ടിയും ഒരുപാട് മാറി. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഡയലോഗാണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് വേമ്പനാട്ടുകാരിൽ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. 10-12 വർഷം കഴിഞ്ഞു. അപ്പോൾ അത് VS അതിൻ്റെ ആ അത്രയ്ക്ക് പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്തുള്ള ഡയലോഗൊക്കെയാണത്. അതൊന്നുമല്ല ഇപ്പം നടക്കുന്നത്. EP ജയരാജൻ MV ഗോവിന്ദൻ്റെ ജാഥ ബഹിഷ്കരിച്ചിട്ട് നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് പൊന്നാട അണിയിക്കാൻ പോയില്ലേ? എന്ത് ചെയ്തു ജയരാജൻ? ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കുള്ളിൽ സംസാരം സംഗതിയൊക്കെ വന്നു. വൈദേകം റിസോർട്ട് എന്ത് ചെയ്തു ജയരാജന്? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വിമർശനമൊക്കെ വന്നു. ജയരാജൻ കണക്ക് സംഗതിയൊക്കെ പറഞ്ഞു. കൂടുതൽ കണക്കുകൾ പറയണമെന്ന് ചോദിച്ചു. വേണ്ട കാരണം കൂടുതൽ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചീത്തയാവും. ഈ ജയരാജൻ ദേശാഭിമാനിയുടെ ജനറൽ മാനേജറായിട്ടിരിക്കുമ്പോഴാണ് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചത്. ഇന്ന് പിണറായി പറയുന്നു വേണ്ടാത്ത കൂട്ടുകെട്ടിലൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നു. ജയരാജൻ എന്ത് ചെയ്യണമായിരുന്നു? ആര് സപ്പോർട്ട് ചെയ്യുന്നു ദേശാഭിമാനിയെ? ദേശാഭിമാനിയെ CPM സപ്പോർട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. EMS ഉള്ള കാലത്ത് EMS പറഞ്ഞു ഇങ്ങനെ കണക്കില്ലാതെ കാശെടുത്തിട്ട് ഒരു പത്രത്തിന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, പത്രം സ്വന്തം കാലിൽ നിൽക്കണം. എന്നിട്ട് നിന്നു. കോട്ടയം എഡിഷൻ പൂട്ടുന്ന സാഹചര്യം വന്നു. അന്ന് EM ശ്രീധരൻ പറഞ്ഞു കോട്ടയം എഡിഷൻ ഞാൻ നടത്തിക്കോളാം, അതിൻ്റെ ചുമതല എനിക്കിതാ. 2 മാസം നടത്തി കഴിഞ്ഞപ്പോൾ EM ശ്രീധരൻ മനസ്സിലായി തമാശകളിയെല്ലാം EM ശ്രീധരൻ ഇട്ട് കളഞ്ഞു. എറണാകുളത്ത് ദേശാഭിമാനിയെ അച്ചടിച്ചിട്ട് കോട്ടയം എന്ന് പേര് വെച്ചിട്ട് കോട്ടയത്ത് കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കോട്ടയം എഡിഷൻ പൂട്ടിയില്ല എന്ന് വരുത്താനായിട്ട്. ഇത്ര കഷ്ടത്തിലായ ദേശാഭിമാനിയെ സഹായിക്കാൻ ആരുമില്ല. ജയരാജൻ എന്ത് ചെയ്യും? കിട്ടുന്നിടത്തുനിന്ന് വാങ്ങിച്ചു. അതാണ് സാന്റിയാഗോ മാർട്ടിൻ.
ഒന്നുകിൽ നിങ്ങൾ ദേശാഭിമാനി പൂട്ട് ജയരാജ എന്ന് പറയാം. അങ്ങനെ ആ ജനറൽ മാനേജറായിട്ട് ഇരുത്തിയിരിക്കുകയല്ലേ. ഇതിൻ്റെ കമ്മിറ്റി കൂടും, കോർ കമ്മിറ്റി, ആ കമ്മിറ്റി, ഫ്രാക്ഷൻ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കൂടും. ഓരോരുത്തരായിട്ട് എണീറ്റ് പോകും. ഒടുവിൽ പിണറായി വിജയനും പറഞ്ഞു, എനിക്ക് പോകാൻ നേരമായി, ഞാൻ പോട്ടെ, താൻ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇയാൾ പറയും, ഞാൻ സാന്റിയാഗോ മാർട്ടിൻ്റെ നിന്ന് കാശ് മേടിക്കുകയോ അല്ലെങ്കിൽ പത്രം ഇറങ്ങൂല്ല നാളെ, എനിക്കറിഞ്ഞുകൂടാ. പിണറായി വിജയൻ ഇറങ്ങിപ്പോകും. എന്താ ഇതിൻ്റെ അർത്ഥം? ജയരാജൻ എന്ത് ചെയ്യണം? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ജയരാജൻ പരിശ്രമം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ജയരാജന് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ വാതുറന്നാൽ നിങ്ങൾക്ക് വഴി നടക്കാൻ പറ്റില്ല. ആ രീതിയിലായി പോകും. ഇതൊക്കെ അന്തർനാടകങ്ങൾ ഇതിനുള്ളിൽ നടന്നത് തന്നെയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇയാൾ ജയരാജൻ ഇദ്ദേഹം പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ ഒരു നറേറ്റീവ് ഉണ്ടല്ലോ, അത് TG വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒരു ബാർഗെയിനിങ് പോയിൻ്റായിട്ട് ചിലപ്പോൾ ജയരാജൻ അത് ചെയ്ത് കാണും. അല്ലാതെ ജയരാജൻ BJP-യിൽ പോകാൻ പോകുന്നില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഒരു ബാർഗെയിനിങ്ങിനായിട്ട് മൂച്ചെടുത്താൽ ഞാൻ BJP പോയി കളയും കേട്ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാമല്ലോ. അങ്ങനെ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ പാർട്ടി CPM. ഇപ്പം ഇതിനകത്ത് നന്ദകുമാർ ആരോ ആയിക്കോട്ടെ, നന്ദകുമാർ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ മുഹമ്മദ് റിയാസിനെ പ്രതിഷ്ഠിക്കാനായിട്ട് പിണറായി വിജയൻ നടത്തുന്ന ശ്രമം ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. EP ജയരാജന് ഇഷ്ടമല്ല, MA ബേബിക്ക് ഇഷ്ടമല്ല, ME ഗോവിന്ദന് ഇഷ്ടമല്ല, AK ബാലന് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. ഇതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരാൾ എന്നാൽ പിന്നെ ഞാൻ BJP-യിലോ വല്ലതും പോയേക്കാം, നിങ്ങൾ ആ ചെറുക്കനെ വാഴിക്കാൻ പോകില്ലേ, എല്ലാം കൂടെ മുസ്ലിങ്ങൾക്ക് തിരടി കൊടുക്കാൻ പോകില്ലേ, കൊടുത്തോ, ഞാനില്ല, വാരുന്നത് വരട്ടെ, ഇങ്ങനൊരു ഭീഷണി. അത് പാർട്ടിയുടെ ഇസ്ലാം വൽക്കരണമാണ് ഇതിന് കാരണമെന്നാണോ TG പറഞ്ഞത്? ഒരു കാരണം, പലതിൽ ഒരു കാരണം അതാകാം. അല്ല, ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് അങ്ങനെ ജയരാജൻ ഹൈപ്പോത്തറ്റിക്കലാണ്, BJP-യിൽ വന്നാൽ BJP-ക്ക് എന്ത് ഗുണമുണ്ടാകുമായിരുന്നു? ഒരു ഗുണമുണ്ടാവില്ല, ഒരു ഗുണമുണ്ടാവില്ല. നിങ്ങൾ ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ അയാൾ പാർട്ടിയിൽ നിന്ന് പോന്നാൽ അയാളുടെ കൂടെ എത്ര പേര് വരും എന്നുകൂടെ നോക്കണ്ടേ. അയാൾ മാത്രം വരുമെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കിട്ടുന്നുള്ളൂ. അതെ, അതാണ് ചോദിക്കുന്നത്. സുരേന്ദ്രൻ പറയുന്നത് സുരേന്ദ്രൻ അറിഞ്ഞിരുന്നു, ജാവ്ദേക്കർ പോയി കണ്ടു, അഖിലേന്ത്യാ നേതൃത്വത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഒരു നഷ്ടക്കച്ചവടത്തിനാണോ BJP ശ്രമിച്ചത്? സുനിലെ, ഇതാദ്യം 2012 ഈ ആശയം എഴുതി കേസരിയിൽ പ്രസിദ്ധീകരിച്ചത് ഞാനാണ്. CPM സംഘപരിവാർ സൗഹൃദം വേണം, ഞാൻ അല്ലാതെ ഈ കാലുമാറ്റുക, ആളെ പിടിക്കലല്ലോ, ആളെ പിടിക്കലല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് ഡീഎസ്കലേറ്റ് എന്ന് പറയും. നമ്മളെ അതിർത്തി, നമ്മൾ ചൈനയും തമ്മിൽ വഴക്കാണ്, ബഹളമാണ്, തോക്കും എടുത്ത് അന്യോന്യം ഐബോൾ ടു ഐബോൾ നോക്കി നിൽക്കുന്നു. ആദ്യം ഈ സംഭവത്തെ ഡീഎസ്കലേറ്റ് ചെയ്യുക, നിങ്ങൾ തമ്മിലുള്ള ടെൻഷൻസ് കുറച്ച് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ഒരു അലയൻസിനെ പറ്റി ചിന്തിക്കുക. അല്ല, അത് നടന്നില്ലേ കേരളത്തിൽ? അത് നടന്നില്ല. അല്ല, ശ്രീ എമ്മിനെ കുറിച്ചൊരു കഥയൊക്കെ ഉണ്ടല്ലോ. ഓരോ കഥയൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ആ ടെൻഷൻസ് കുറഞ്ഞില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരാളിനെ അടർത്തിയെടുത്തു കഴിഞ്ഞാൽ പ്രയോജനം കിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കായിട്ടൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ KM മാണിയെ എടുത്തിരുന്നു എന്ന് വയ്ക്കുക കൂടെ, KM മാണിക്ക് സ്വന്തം ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പാലയുണ്ട്. ശരിയാണ്, പാലയാണ്. അപ്പോൾ പാലയിൽ KM മാണി BJP-യിലാണെങ്കിലും BSP-യിലാണെങ്കിലും RJD-യിലാണെങ്കിലും KM മാണി പാലയിൽ ജയിക്കും. ബട്ട് EP ജയരാജൻ ജയിക്കില്ല. EP ജയരാജൻ ജയിക്കുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസി പറഞ്ഞു. അപ്പോൾ പിന്നെ BJP നേതൃത്വം അറിഞ്ഞതൊക്കെ ചെയ്തത് എന്തിനാ? ഫൂളിഷ്നെസ്സാണ്. ഈ സിംഗിൾ ഒരു മനുഷ്യനെ ഇളക്കിയെടുക്കുക എന്ന് പറയുന്നത് ഫൂളിഷ്നെസ്സാണ്. അപ്പോൾ അൺലെസ് ഹി ഈസ് ഹാവിങ് എ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ശോഭയും സുരേന്ദ്രനും ജാവ്ദേക്കറും ഇനി നദ്ദ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നദ്ദ ഉൾപ്പെടെ ചെയ്ത ഒരു മണ്ടത്തരമാണ്. അതിലും വലിയ മണ്ടത്തരം ഈ KM മാണി ഉള്ള കാലത്ത് ഈ മണ്ടത്തരം കാണിച്ചു. KM മാണി BJP-യുമായിട്ട് അലൈൻ ചെയ്യാൻ തയ്യാറായിരുന്നു. അന്ന് മുരളീധരനാണ് പ്രസിഡന്റ്. മുരളീധരനെ അദ്ദേഹത്തിൻ്റെ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കാൾ വലിയ ആൾ വന്നു കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനം കുറയും, ക്ഷീണം സംഭവിക്കുമെന്നുള്ള പേടിയിൽ. അങ്ങനെയാണ് KM മാണിക്കെതിരെ മുരളീധരൻ യുവമോർച്ചയെ കൊണ്ട് സമരം ചെയ്യിക്കുന്നത്. KM മാണി അഴിമതിക്കാരനല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നു. അഴിമതി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ബാർക്കോഴ, ഈ ബാർക്കോഴയിൽ ഇവരെല്ലാം കാശ് മേടിച്ചു. KM മാണി വാങ്ങിയത് മാത്രം കോഴയാകും. ബാക്കിയുള്ളവരുടെ സംഭാവന ബജറ്റ് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ല. വാസ്തവത്തിൽ അന്ന് ജസ്റ്റിസ് കെമാൽ പാഷയുടെ ഒരു
പരാമർശത്തിൽ മാന്യമായിട്ട് രാജിവെച്ചു. സീസറുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം, അതിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവുണ്ടോ അങ്ങനെ രാജിവെക്കുന്നത്? ആരുമില്ല. മാണി സാറിനെ അന്ന് കൂടെ നിർത്തി. മാണി വാസ് റെഡി ടു കം. മാണി വരും എന്ന് ഭയന്നിട്ടാണ് നിയമസഭയ്ക്ക് പുറത്ത്, നിയമസഭയ്ക്കുള്ളിലാണ് CPM LDFൻ്റെ സമരം, നിയമസഭയ്ക്ക് പുറത്ത് 500 യുവമോർച്ചക്കാർ സത്യാഗ്രഹം മാണിക്കെതിരെ. എന്ത് കാര്യം? ഞാനന്ന് എനിക്കറിയാവുന്നവരോട്, അവരുടെയൊക്കെ പേര് പറയുന്ന മോശം, അറിയാവുന്നവരോട് ഞാൻ പറഞ്ഞു, വാട്ട് എ ഫൂളിഷ്നെസ് യു ആർ ഡൂയിങ്. പക്ഷേ അഴിമതി ആരോപണം ഒരു മന്ത്രിക്കെതിരെ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ BJP ഇത് ചെയ്യണ്ടേ? അതാണ് മണ്ടത്തരം എന്ന് പറയുന്നത്. യു ഡോണ്ട് നോ പൊളിറ്റിക്സ്. എവരി അഴിമതി ആരോപണം ഈസ് നോട്ട് ട്രൂ. യു മസ്റ്റ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കോൺഗ്രസ്സുകാർ കാശ് വാങ്ങിയില്ലേ? LDF കാശ് വാങ്ങിയില്ലേ? മാണി വാങ്ങിയത് മാത്രം കോഴയാകുന്നത് എങ്ങനെ? നിങ്ങൾ വാങ്ങിയതൊക്കെ സംഭാവന. എല്ലാവരും പറയുന്നുണ്ട് കാശൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ബാർ മുതലാളികളും, അത് സംഭാവനയാണ്. അപ്പോൾ മാണി വാങ്ങിയത് കോഴയാകുന്നത് എങ്ങനെയാണ്? ഞാൻ വയസ്സുകാലത്ത് ഞാനന്ന് LLBക്ക് പഠിക്കുകയാണ്. ഞാൻ മാണി ചെയ്തതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്ന് നിയമപരമായിട്ട് ഒരു പേജോളം നോട്ട് തയ്യാറാക്കി എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകന് കൊടുത്തു. സാർ, ഞാനാണ് KM മാണിയുടെ വക്കീൽ, എൻ്റെ വാദം ഇതാണ്, സാറൊന്ന് വായിച്ച് നോക്കിയിട്ട് നാളെ പറഞ്ഞാൽ മതി. പുള്ളി വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചു. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, യു ആർ റൈറ്റ്, യു കനോട്ട് എസ്റ്റാബ്ലിഷ്, ഇറ്റ്സ് നോട്ട് ആൻ ഒഫൻസ്. മാണി ചെയ്തു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പെർസീവ് ചെയ്തതോ കാര്യങ്ങളൊന്നും തന്നെ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല. അങ്ങനെ ഒരു കേസില്ല. ഒടുവിൽ എന്ത് ചെയ്തു മാണിയെ? ഒന്നും ചെയ്തില്ല. ആ മനുഷ്യൻ ഗ്രേസ്ഫുള്ളി റിസൈൻ ചെയ്തു, മരിച്ചു. അതുമാത്രമല്ല, മാണിയുടെ 50-ാം വർഷം, പൊതുപ്രവർത്തനത്തിൻ്റെ 50-ാം വർഷത്തിന് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ റിലീസ് എറണാകുളത്ത്. ആ റിലീസിന് വരുന്നത് അരുൺ ജെയ്റ്റ്ലിയാണ്. മുരളീധരൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു അരുൺ ജെയ്റ്റ്ലി എടുത്ത്, ചേട്ടാ വരരുതെന്ന്. ജെയ്റ്റ്ലി ഡിഡിൻ്റ് എഗ്രി. ജെയ്റ്റ്ലി വന്നു. ജെയ്റ്റ്ലി പുസ്തകം റിലീസ് ചെയ്തു. മാണിയെ പുകഴ്ത്തിയിട്ട് തിരിച്ചുപോയി. മുരളീധരൻ വാസ് റെഡ്യൂസ് ടു 0. ഹി ഹാഡ് ടു കട്ട് എ സോറി ഫിഗർ. സദസ്സിലുണ്ടായിരുന്നു. കേരള കോൺഗ്രസ്സുകാർ നിർബന്ധിച്ചു വേദിയിലേക്ക് വരാൻ. മുരളി ഇത്രയും വിമർശനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാണിയുടെ കൂടെ വേദിയിലിരിക്കുന്ന എങ്ങനെ? അതുകൊണ്ട് സദസ്സിൽ തന്നെ ഇരുന്നു. ഇറ്റ് വാസ് എ ലോസ്. BJPക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അല്ലെങ്കിൽ തന്നെ കടുത്തുരുത്തി മുതൽ അങ്ങോട്ട് കേരള കോൺഗ്രസ് എമ്മും BJPയും തമ്മിൽ ഈ പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ധാരണയുണ്ടാവാറുണ്ട്. വെറുതെ അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ സുനിലിൻ്റെ വീട് വടയാറില്ല, തലയോലപ്പറമ്പല്ലേ. ഫ്രം തലയോലപ്പറമ്പ് ഓൺവേർഡ്സ് കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം, ഈ ഭാഗത്തെല്ലാം കേരള കോൺഗ്രസ് എമ്മും BJPയും വളരെ തോളോട് തോൾ ചേർന്നാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുക. ഒരു കാര്യം ചെയ്യും, നീ അവിടെ നോക്ക്, ഇവിടെ ഞാൻ നോക്കാം, നീ വിഷമിക്കേണ്ട. ഈ രീതിയിൽ വാക്കാലുള്ള സ്ഥാനാർത്ഥിയൊക്കെ അവിടെ ഉണ്ടാവും. ഫൈനലി ദേ നോ ആരൊക്കെ ജയിക്കും, എന്തൊക്കെ ചെയ്ത് കോമ്പിനേഷനാണ്. ദർ ഈസ് നോ അനിമോസിറ്റി ബിറ്റ്വീൻ BJP ആൻഡ് CPM. ഇതാണ് ഈ മനുഷ്യൻ്റെ മുരളീധരൻ്റെ ഫൂളിഷ്നെസ് കൊണ്ട് അന്ന് ഇല്ലാതെ പോയത്. ഇപ്പോൾ ഈ ഫൂളിഷ്നെസ് ഒരാളെ അടർത്തിയെടുക്കുക എന്ന് പറയുന്നത്, അടർത്തിയെടുത്താൽ അയാൾക്ക് ബേസ് ഉണ്ടെങ്കിൽ ഐ അഗ്രി. നിങ്ങളൊരു KM മാണിയെ അടർത്തിയെടുത്താൽ ബേസുണ്ട്. പോട്ടെ, കടന്നപ്പള്ളി രാമേന്ദ്രനെ അടർത്തിയെടുത്താൽ ബേസുണ്ട്. അങ്ങനെയൊക്കെ ഒരു ബേസുണ്ട്. ഒരു സീറ്റുണ്ട് ആ മനുഷ്യൻ്റെ പോക്കറ്റിൽ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും LDFൽ നിൽക്കുന്നത്. കടന്നപ്പള്ളിയെ എടുക്ക്, കൃഷ്ണൻകുട്ടിയെ എടുക്ക്, ശ്രേയാംസ് കുമാറിനെ എടുക്ക്, ഷിബു ബേബി ജോണിനെ എടുക്ക്, പ്രേമേന്ദ്രനെ എടുക്ക്. ഇവർക്കൊക്കെ ഇൻഡിപെൻഡൻറ്റ് ബേസുള്ള ആൾക്കാരാണ്. EP ജയരാജനെ എടുത്താൽ ചീത്തപ്പേര് ഉണ്ടാകുന്നുള്ളതല്ല, വേറെ എന്താ? വേറെ ഒന്നും ഉണ്ടാകും. മാത്രമല്ല, വർദ്ധിത വീര്യത്തോടെ പാർട്ടി ജയരാജൻ എവിടെ മത്സരിക്കുന്നോ അവിടെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഹി വിൽ ബി അനദർ MV രാഘവൻ. MV രാഘവന് പുറത്തായി കഴിഞ്ഞ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. CPM RSS കാര്യാലയത്തിൽ വന്നു. RSSൻ്റെ പിന്തുണ വേണം, രാഘവനെ ഒന്ന് തോൽപ്പിച്ചാൽ മതി, നിങ്ങൾ പറയുന്നത് വേറെ ഏതെങ്കിലും സ്ഥാനത്ത് ഞങ്ങൾ വോട്ട് ചെയ്യാം. RSS ഡിഡ്ന്റ് ബിലീവ് ദാറ്റ്. കാരണം ഇവർക്ക് രാഘവനോട് തീർത്താലും തീരാത്ത പകയുണ്ട്. പക്ഷെ നമ്മളോട് സ്നേഹമൊന്നുമില്ല. വേറെ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യാനായിട്ട് ഇവരുടെ ആൾക്കാരോട് പറഞ്ഞ് അവർ പറയും, ഞങ്ങൾ എന്തിനാണ് BJPക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പ്രശ്നമാകും. RSS പറഞ്ഞു നോ, നത്തിങ്. ഒരു തവണ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, ഞങ്ങളത് പഠിച്ചു. അതായിരുന്നു 91-ലെ കോലീബി സഖ്യം. അതിനുശേഷം
അത് RSSൻ്റെ അനുമതിയോടെ പി മുകുന്ദൻ നടത്തിയ ഓപ്പറേഷനാണ്. അതിൻ്റെ പേരിൽ പി മുകുന്ദനെ മോശക്കാരനാക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ ഈ മുരളീധരനുമുണ്ട്. എന്തോ മഹാപരാധം ചെയ്തു എന്ന് പറയും. ഇറ്റ് വാസ് എ ലെജിറ്റിമേറ്റ് ഓപ്പറേഷൻ, അല്ലാതെ ഈ ഒളിച്ച് നന്ദകുമാർ വഴി നടത്തിയ ഓപ്പറേഷനൊന്നുമല്ല. മാന്യന്മാരാണ് അതിലിടപെട്ടത്. ബട്ട് ദെൻ ഈ മുകുന്ദേട്ടനെ വെറുതെ ബലിയാടാക്കി കളഞ്ഞു അതിൽ. ബട്ട് ഇറ്റ് വാസ് ഡൺ ഇൻ ആൻ ഓപ്പൺ മാനർ, ട്രാൻസ്പാരൻറ്റ് മാനർ. അതിനുശേഷം they are very careful in stitching this coalition. But you have to have a coalition in Kerala. Do it decently, not through Nandakumar. അതാണ് പിണറായി വിജയനും പറഞ്ഞത്. നിങ്ങൾക്ക് ജാവ്ദേക്കറോട് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളൂ. എന്തിനാണ് ഈ നേരം വെളുത്താൽ ആരെ ചതിക്കണം എന്ന് ഉറക്കപ്പായെന്ന് എണീക്കുമ്പോൾ തന്നെ തീരുമാനിക്കുന്നത്? പിണറായി പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് പണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്ന് ദല്ലാലിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇതൊന്നുമില്ലാതെ നോക്കും. TG നന്ദകുമാർ നല്ലൊരു മനുഷ്യനാണ് എന്ന് പ്രസ്യൂം ചെയ്യുക. എനിക്കദ്ദേഹം ഞാൻ കണ്ടിട്ടുമില്ല, എനിക്ക് ഒരു വൈരാഗ്യവുമില്ല. അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് വയ്ക്കുക. എന്നാൽ പോലും ഹീ ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. വൈ ഡു യു ഇൻവോൾവ് ഹിം ഇൻ ദിസ്? എത്രയോ പൊളിറ്റീഷ്യന്മാരുണ്ട്. ഞാൻ പറഞ്ഞു, മലബാറിൽ തന്നെ നിങ്ങൾക്ക് EP ജയരാജനോട് സംസാരിക്കണമെങ്കിൽ മലബാറിലെ നല്ല ഒന്നാന്തരം BJPക്കാരുണ്ട്, RSSകാരുണ്ട്. ഒരൊറ്റ ഫോൺ കോളിൽ ഈ ജയരാജന്മാരെ മുഴുവൻ വിളിക്കുന്നവർ. MV ജയരാജൻ, EP ജയരാജൻ, P ജയരാജൻ, പിണറായി വിജയൻ, MV ഗോവിന്ദൻ, KK ശൈലജ, ആരെ വിളിക്കണം നിങ്ങൾക്ക്? ഒറ്റ ഫോൺ കോൾ. അവിടെ എൻഗേജ്ഡ് ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വിളി വരും, ഉറപ്പായിട്ട് തിരിച്ചു വിളിക്കും. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ RSS ആൻഡ് CPM ഇൻ മലബാർ ഏരിയ. ഇത് റിലേഷൻ മറ്റു രീതിയിൽ വിചാരിക്കരുത്. സംഘർഷമുണ്ടല്ലോ അവിടെ, ഇടയ്ക്കിടയ്ക്ക് സംഘർഷം ഉണ്ടാകും. അതുകൊണ്ട് ഈ ആൾക്കാർ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. വി ഷുഡ് ബി ഇൻ കോണ്ടാക്ട്. എപ്പോഴെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഉടനെ എടുത്തോളണേ. കാരണം എവിടെയെങ്കിലും സംഘർഷം നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് പറഞ്ഞാലേ അത് ക്വെഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ട് കൂട്ടരും അക്കാര്യത്തിൽ ജാഗ്രതയായിരിക്കണം. ആ ജാഗ്രതയുടെ പേരിലാണ് ഈ ഫോൺ കോൾ, അല്ലാതെ വേറെ രാഷ്ട്രീയ ബന്ധമോ സംഗതിയോ ഒന്നുമല്ല. ബട്ട് ഇങ്ങനെ കുറേ കാലം കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ ഒരു വിശ്വാസ്യത, ഒരു ട്രസ്റ്റ് ഇവർ തമ്മിൽ ഡെവലപ്പ് ചെയ്യും. അവർ CPM ആണ്, ഇവർ RSS ആണ്. ബട്ട് ദർ ഇസ് എ ട്രസ്റ്റ്. ഇവർ ഇവിടം വരെ പോകും, ഞാൻ ഇവിടം വരെ പോകും, ഇവിടം വരെ പോകാവുള്ളൂ, ഇതിനപ്പുറത്ത് പോയി ട്രസ്റ്റ് നശിപ്പിക്കരുത്. ഇങ്ങനെ ഒരു ധാരണ ഉരുത്തിരിഞ്ഞ് വരുമല്ലോ. യു വാണ്ട് ടു സ്പീക്ക് ടു സമ്മൺ, സ്പീക്ക് ത്രൂ ദം. അവർ ഈ നന്ദകുമാർമാരല്ല, അവരൊരിക്കലും നിങ്ങളവരെ മീഡിയയിൽ കാണില്ല. ബട്ട് ദേ ആർ ദ പീപ്പിൾ ഹു ആർ കൺട്രോളിങ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. സ്പീക്ക് ടു ദം, ഇറ്റ് ഈസ് വെരി ഈസി. ഇത് പാളിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും പുറത്തു വരില്ല. അവരോടുകൂടി ആ രഹസ്യം അങ്ങ് മണ്ണടിഞ്ഞു പോകും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് സംഘപരിവാറിലുണ്ട്. അവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ നന്ദകുമാറിൻ്റെയൊക്കെ പിന്നാലെ പോയി ഈ വഷളത്തരം കാണിച്ചത് കഷ്ടമായി പോയി. അങ്ങനെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തു എന്നാണ് ഏകദേശം സുരേന്ദ്രനും അഡ്മിറ്റ് ചെയ്തല്ലേ, ഞങ്ങളുമൊക്കെ അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ അത് നിഷേധിക്കേണ്ട കാര്യമില്ല. ബട്ട് അത് എന്താ പറയുക, ഒരു ഫിനോമിനൽ ഫൂളിഷ്നെസ് ആയി. ഏതായാലും KM മാണിയെ തള്ളിയതും ഈ ജയരാജനെ കൊള്ളാൻ നോക്കിയതും കേരളത്തിലെ BJP നടത്തിയ ഏറ്റവും വലിയ രണ്ട് രാഷ്ട്രീയ മഠയത്തരങ്ങളായിരുന്നു. അതിൻ്റെ കൂടെ ഒരെണ്ണം നടത്തി. KM മാണിയെ തള്ളിക്കഴിഞ്ഞപ്പോൾ ചേട്ടാ അതിന് പകരം ഞാനൊരു കേരള കോൺഗ്രസ് ഉണ്ടാവും ആയിരുന്നു മുരളീധരൻ്റെ അടുത്ത നീക്കം. എന്നിട്ട് കേരള കോൺഗ്രസ് നാഷണൽ ഒരു നോബിൾ മാത്യു ഹൈക്കോടതിയിലെ വക്കീലായിരുന്നു, കോട്ടയത്ത് മത്സരിപ്പിച്ചു. ഇപ്പോൾ എവിടെയാണ് സാധനം? നോബലിനെ പിന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കി കോട്ടയത്ത്. പലതും ആക്കി. ഇപ്പോൾ എവിടെ പാർട്ടി എവിടെയത് ഉണ്ടോ? അത് പുതിയൊരു കേരള കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്, സജി മഞ്ഞ കടമ്പോ. അതുപോലുള്ള ആൾക്കാരൊക്കെ ഞാൻ പറയുന്നത്, യു ഡോണ്ട് അക്സെപ്റ്റ് KM മാണി ആസ് എ ലീഡർ. യു ഡോണ്ട് അക്സെപ്റ്റ് തുഷാർ വെള്ളാപ്പള്ളി ആസ് എ ലീഡർ. തുഷാർ വെള്ളാപ്പള്ളിയും മുരളീധരനും ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു തരാമോ? ഐ ഡോണ്ട് റിമെമ്പർ. ബിക്കോസ് ഇത് ഏകദേശം ഈക്വൽ സ്റ്റേച്ചറുള്ള ആൾക്കാരാണ്. അത് വരുന്നത് ഇദ്ദേഹത്തിന് പിടിക്കുന്നില്ല. അതേസമയം നോബിൾ മാത്യു ഛോട്ടാ ഹെ, ഹംസെ ഛോട്ടാ ഹെ. ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. തനിക്കൊപ്പം തലപ്പൊക്കം വേണ്ട എന്ന് ചിലർ തീരുമാനിക്കുന്നതൊക്കെയാണ് കേരളത്തിലെ BJPയുടെ ഒരു പ്രശ്നം. അല്ല, അത് പ്രശ്നമല്ല, അതും ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റാണ്. ഈ മുരളീധരൻ ഒരു പൊളിറ്റീഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ സംഗതികളൊക്കെ ഉണ്ട്. ബട്ട് ഇതിൻ്റെ ഓവറോൾ പിക്ചർ തീരുമാനിക്കുന്നവർ അവർ മനസ്സിലാക്കണം, ഇത് മുരളീധരനെ കൊണ്ട് ചെയ്യിക്കണോ, ശോഭയെ കൊണ്ട് ചെയ്യിക്കണോ, സുരേന്ദ്രനെ കൊണ്ട് ചെയ്യിക്കണോ, ജാവ്ദേക്കർ വേണോ, അതോ ഇതാരുമല്ലാത്ത ആരെങ്കിലും വേണം എന്ന് തീരുമാനിക്കേണ്ടവരാണ്. മുരളീധരനെ ഏൽപ്പിച്ചിട്ട് പിന്നെ പുള്ളി ഫെയിലായെന്ന് പറഞ്ഞാൽ മുരളീധരനൊരു ശൈലിയുമുണ്ട്.
ആ ശൈലിയിൽ പ്രവർത്തിക്കും. ഹി ഡസൻ വാണ്ട് എനിബഡി എബവ് ഹിം. ഓക്കെ, ദാറ്റ് ഈസ് ഹിസ് നേച്ചർ. അതൊരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, നേച്ചറാണ്. ചിലരുടെ നേച്ചറാണ് എന്നെ കവിഞ്ഞ ആരും വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. പാർട്ടിയിൽ ഇതുപോലെ മനുഷ്യരെ വെച്ചല്ലേ നിങ്ങൾ പാർട്ടി ഉണ്ടാക്കുന്നത്. മനുഷ്യരുടെ എല്ലാ സ്വഭാവങ്ങളും കുറേശ്ശെ എല്ലാവർക്കും കാണും. ആരും സർവ്വസംഘ പരിത്യാഗികളൊന്നുമല്ല. ബട്ട് ദ പീപ്പിൾ ഹൂ ഡിസൈൻ ദിസ്, അവർ എൻഷുർ ചെയ്യണം ഇന്ന ജോലിക്ക് ഇന്നാൾ പോയാൽ മതി, ഇന്നാളെ കൂട്ടണ്ട എന്ന് പറയും, എന്ന് തീരുമാനിക്കാം. ഈ ജയരാജൻ വിവാദം തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരുപക്ഷെ ആളി കത്താൻ സാധ്യതയുള്ളതാണ്. അതോ തെരഞ്ഞെടുപ്പോടെ തീരുമോ? തീരും. ആരും പറയില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഇന്നിപ്പോൾ നന്ദകുമാർ ഇല്ലായിരുന്നെങ്കിൽ ഈ വിവാദം വരുമോ പുറത്ത്? നന്ദകുമാർ പാവം പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയത്. അത് വേറൊരു പാരയായിട്ട് മാറി എന്നുള്ളത് അല്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെയും അനിൽ ആൻ്റണിയെയും ആക്രമിക്കാൻ വേണ്ടിയാണ് നന്ദകുമാർ വന്നത്. അത് തിരിഞ്ഞ് ആദ്യം ആൻ്റണിക്ക് കൊണ്ടു, കോൺഗ്രസിന് കൊണ്ടു, ഇപ്പോൾ CPM അല്ലേ പ്രതിരോധത്തിലായത്? അതെ, അതാണ് സംഭവിച്ചത്. നന്ദകുമാർ ഇന്നലെ വെഹമെൻ്റ്ലി ആർഗ്യൂ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? EP ജയരാജന് വേണ്ടിയിട്ടാണ്. EP ജയരാജൻ പിണറായിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ത്രൂ ഔട്ട്. ലാവ്ലിൻ കേസ് ഇത് ചെയ്യാം, പുള്ളി വൈദേഹൻ റിസോർട്ട്, പുള്ളി പറഞ്ഞു വൈദേഹൻ റിസോർട്ട് നിങ്ങൾ എത്ര വേണേൽ അന്വേഷിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പുള്ളി പേഴ്സണൽ ഗെയിന് വേണ്ടി സംസാരിച്ചേ ഇല്ല. നന്ദകുമാറിൻ്റെ ആ പത്രസമ്മേളനത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാനിതൊക്കെ പറയാൻ പോവുകയാണ് എന്ന് ജയരാജനെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നതെന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ സംഭവിച്ചത് വെളുക്കാൻ തെച്ചത് പാണ്ടായിരുന്നു. ഏതായാലും CPM പക്ഷേ ഈ അധ്യായം അങ്ങനെ അടയ്ക്കുമോ? CPM അടയ്ക്കും. എല്ലാവരും അടയ്ക്കും. ഇന്ന് വൈകുന്നേരം അടയ്ക്കും. ചിലപ്പോൾ ജൂൺ 4 അവ 1-2 ദിവസം എന്തെങ്കിലും ഈ നമ്മൾ വെടിക്കെട്ട് കഴിയുമ്പോൾ താമസിച്ച് പൊട്ടുന്ന ചില ഓലപ്പടക്കമൊക്കെ അവിടെ കിടക്കുമല്ലോ. എന്നിട്ട് അതിങ്ങനെ ടപ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുകയുള്ളൂ വെടിക്കെട്ടിൻ്റെ സ്ഥലത്തേക്ക്. അങ്ങനെ ചില പടക്കങ്ങൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. കാരണം ഇതെല്ലാവരും ഈ ഹിന്ദിയിൽ പറയുന്ന പോലെ ഹമാം മേ സബ് നംഗേ ഹെ, എല്ലാവരും തുണിയില്ലാതെ നിൽക്കുക സകല രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് പെട്ടെന്ന് ആ വാതിലുകളൊക്കെ അടയ്ക്കുക, ജനൽ അടയ്ക്കുക, വെന്റിലേറ്റർ അടയ്ക്കുക എന്നൊക്കെ പറയും. അതെ. ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരളത്തിലെ വോട്ടർമാർ ഒരിക്കൽ കൂടി കബളിപ്പിക്കപ്പെട്ടു. വോട്ടർമാരെ കബളിപ്പിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അതെന്താ? വെറുതെ ഒരു ഫേക്ക് കഥ ഉണ്ടാക്കി ആദ്യം വരുമ്പോൾ വോട്ടർമാർക്ക് അറിയാം ഇതിങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആണ്, ടി വിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എൻ്റർടൈൻമെൻറ്റ്. അതെ. വോട്ടർമാർക്ക് അറിയാം. വോട്ടർമാർ ആസ്വദിച്ചു. ഇന്ന് കേരളത്തിൽ സർവ്വസമ്മതമായൊരു സ്റ്റേറ്റ്മെൻറ്റ് സുനിലിന് എവിടെയും പറഞ്ഞ് കൈയടി നേടാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആരധികാരത്തിൽ വന്നാലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയടിക്കും. എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ നടക്കുന്നത് നാടകമാണ്. അപ്പോൾ നാടകം കണ്ട് ആസ്വദിക്കുകയാണ് ജനത്തിനറിയാം. ആസ്വദിക്കുന്നൊന്നുമില്ല, അവർക്ക് അമർഷമൊക്കെ ഉണ്ട്. ബട്ട് അവർക്ക് വേറൊരു വേ ഔട്ടില്ല. പെട്ടുപോയത് ജനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.